സാരസ്വതമന്ത്രം. ഇതിനു മുമ്പേ 27 ഇറുക്കുകൾ ചൊല്ലുകയുണ്ടായി ഒന്നാം ഭാഗത്തിലായിട്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാം ഭാഗമാണ്. 96 ഇറുക്കുകളാണ് മുഴുവനായിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ചായിട്ട് ഇങ്ങനെ ചൊല്ലാന്നുള്ള പക്ഷത്തിലാണ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാരസ്വത മന്ത്രം എല്ലാം ഒന്നിച്ച് ജപിക്കേണ്ട ആവശ്യമാണ്. ഒന്നിച്ചാണ് ജപിക്കേണ്ടത്, അല്ലാണ്ട് ഓരോ ഭാഗമായിട്ടല്ല. പക്ഷേ ഇത് ഈ യൂട്യൂബിൽ ഇടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അത് മുറിച്ചിട്ട് 27, 25, 42 എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഇടുകയെന്ന് അത്രയേ ഉള്ളൂ. അതല്ല അതിൻ്റെ ആയിട്ടുള്ള ശരിയായിട്ടുള്ള രീതി എങ്ങനെയാ വിചാരിച്ചാൽ അത് മുഴുവനായിട്ട് അങ്ങ് ഒറ്റ ഇരുത്തത്തിൽ അങ്ങ് ജപിക്കുക വേണ്ടത്. അപ്പോൾ ഈ സാരസ്വത മന്ത്രം നെയ്യ് ജപിച്ചു കൊടുക്കാനൊക്കെ വളരെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ കൂടെ ധാരാളം ആൾക്കാർക്ക് നെയ്യ് ജപിച്ച് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ ഈ സാരസ്വത ഘൃതം എന്ന് പറഞ്ഞിട്ട് ഈ ആയുർവേദത്തിൽ ഒരു നെയ്യ് കിട്ടാനുണ്ട്. ആ നെയ്യ് അടപ്പ് തുറന്ന് അതിൻ്റെ സീല് കളഞ്ഞിട്ട് ഒരു കൂർച്ചം അതിലേക്ക് ഇട്ടിട്ട് അടപ്പടച്ചിട്ട് ആ കൂർച്ചം പിടിച്ചിട്ട് ഇത് ജപിച്ചുകൊള്ളുക. അങ്ങനെ ഒരു 10 ദിവസം ജപിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്താ ഇതിൻ്റെ ഗുണം എന്ന് വിചാരിച്ചാൽ പഠിപ്പ് കൂടാൻ, പരീക്ഷയിൽ തോക്കുന്ന കുട്ടികൾക്ക് പരീക്ഷയിൽ ജയിക്കാനും വളരെ ഉപകാരപ്രദമാണ് ഇത്. എന്നുവെച്ചാൽ ഈ നെയ്യ് രാവിലെ കുളിച്ചിട്ട് ഒരു 1/4 സ്പൂണ് കഴിക്കുക. സാരസ്വത മന്ത്രം ജപിച്ച സാരസ്വത ഘൃതം. നേരത്തെ നെയ്യ് തൊട്ട് ജപിക്കുന്നതിനേക്കാൾ മതി ഈ സാരസ്വത ഘൃതം തന്നെ വാങ്ങിയിട്ട് അത് ജപിച്ചിട്ട് പിള്ളേർക്ക് കൊടുത്താൽ മതി. അപ്പോൾ കുട്ടികൾക്കത് കൊടുത്തു കഴിഞ്ഞാൽ 5 വയസ്സിന് താഴെയാണ് ഈ നെയ്യിൻ്റെ ഫലം കൂടുതൽ കാണുക. അതിനുശേഷം 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും കൂടെ കൊടുക്കാം, തെറ്റൊന്നുമില്ല. അപ്പോൾ ഈ സാരസ്വത മന്ത്രം തെറ്റുകൂടാതെ കൂടുതൽ ഇതിൻ്റെ കാര്യക്ഷമത എന്ന് പറഞ്ഞാൽ അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് തെറ്റ് പറ്റാതെ, അക്ഷരങ്ങൾ തെറ്റിക്കാതെ ഭംഗിയായിട്ട് ഈ സാരസ്വത മന്ത്രം ജപം ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബുദ്ധി വളർച്ച വളരെ കൂടും, പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടും, തോക്കുന്ന കുട്ടികളൊക്കെ പരീക്ഷയിൽ പാസ്സാവും. അത്ര വിശേഷപ്പെട്ട ഒരു മന്ത്രമാണ് ഈ സാരസ്വത മന്ത്രം. അതുകൊണ്ടാണ് ഇത്രയും പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ചൊല്ലാൻ പറ്റാത്ത പക്ഷം ഒരു ടേപ്പ് റെക്കോർഡോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇത് യൂട്യൂബിലെല്ലാം ഇടുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ സൗകര്യപ്രകാരം ഇങ്ങനെ കേൾക്കാനുള്ള സൗകര്യം വിചാരിച്ചാൽ അതുപോലെ ഇങ്ങോട്ട് കേൾക്കുക. അപ്പോൾ കേട്ട് പുസ്തകം ഉണ്ടെങ്കിൽ ആ പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വായിക്കാനുള്ള ഒരു രീതി മനസ്സിലാവും. സ്വരം കിട്ടില്ലെങ്കിലും സ്വരത്തിൽ ആവശ്യമില്ലെങ്കിലും സ്വരം ഇല്ലാതെ ജപിക്കാൻ പറ്റിയാലും കൂടെ വളരെ വിശേഷമാണ്. അപ്പോൾ ആ സാരസ്വത മന്ത്രം, സൗരം, വേളിയോത്ത് ഇതൊക്കെയാണ് വലിയ സൂക്തങ്ങൾ. ഇതിന് കുറേ കൂടുതൽ സ്ഥലം പിടിക്കും എന്നുള്ള കാരണമാണ് അത് മുറിച്ചിട്ട് 2 ഭാഗമായിട്ടും 3 ഭാഗമായിട്ടും ഇടാൻ തീരുമാനിച്ചത്. അപ്പോൾ ഓം അഭിവാദയ നാരായണ ധർമ്മണ നാമ അഹമസ്മി ഭോ സ്വശർമാസി സുപ്രതിഷ്ഠാനോ ബൃഹതുക്ഷേതമ ഏഷദേയോനിർവിശ്വേഭ്യസ്വാദേവേഭ്യ പാവകാന സരസ്വതീ വാജേഭിർവാജിനീവതീ യജ്ഞം വഷ്ടുധിയാവസോ ചോദയിത്രീ സുഹൃതാനാഞ്ചേതന്തി സുമതീനാം യജ്ഞം ദധേ സരസ്വതീ മഹോ അർണസരസ്വതീ പ്രചേതയതി കേതുനാ ധിയോ വിശ്വാ വിരാജതി സദസസ്പതിമദ്ഭുതം പ്രിയമിന്ദ്രസ്യ കാമ്യം സനിം മേധാമയാസിഷം ചത്വാരി വാഗ് പരിമിതാ പദാനി താനി വിദുർബ്രാഹ് മണായേ മനീഷിണാ ഗുഹാത്രീണി നിഹിതാനേംഗയന്തി തുരീയം വാചോ മനുഷ്യാ വദന്തി യസ്തേ സ്തനഃ സയോ യോമയോ ഭൂ
ദ്യേന വിശ്വാ പുഷ്യ ശിവാ ദ്യാണീ യോ രത്നധാവസു വിദ്യസുതത്ര സരസ്വതി തമിഹ ധാതവേകാ സരസ്വതി ത്വമസ്മ അവിഡ്ഢിമരുത്വതീ ധിഷതീജേ ശിശത്രൂൻ അംബിതമേ നദീതമേ ദേവിതമേ സരസ്വതീ അപ്രശസ്ത ഇവ സ്മസി പ്രശസ്തിമംബനസ്കൃധീ ത്വേ വിശ്വാ സരസ്വതി ശ്രിതായൂംഷി ദേവ്യാം ശുനഹോത്രേഷു മത്സ്വപ്രജാൻ ദേവി ദിദിഢ്ഢിനാ ഇമാഃ ബ്രഹ്മസരസ്വതി ജുഷസ്വവാജിനീവതീ യാ തേ മന്മഗൃത്സമദാഃ ഋതാവരിപ്രിയാ ദേവേഷു ജുഹ്വതി സസർപ്പരീരമതിം ബാധമാന ബൃഹന്മിമായ ജമദഗ്നിദത്താ ആസൂര്യസ്യ ദുഹിതാ തതാനസ്രവോ ദേവേ ശ്വമൃതമജുജ്യം സസർപ്പരീരഭരത്തോയമേഭ്യോധിസ്രവ പാഞ്ചജന്യാസു കൃഷ്ടിഷു സാപക്ഷ്യമായുർദധാനഹയാം മേ ഫലസ്തി ജമദഗ്നയോ ദദൂ ഇന്ദ്രമൃളമഹ്യം ജീവാതുമിച്ഛചോദയ ധിയമയ സോനധാരാം യൽക്കിഞ്ചഹം ത്വായുരിദം വദാമി തജ്ജുഷസ്വ കൃധിമാദേവവന്തം യമദദാഹാദ്രഭസമൃണച്യുതം ദിവോദാസം വദ്ഭ്രശ്വായ ദാശുഷേ യാശസ്വന്തമാചഖാദാവസം പണിന്താതേ ദാത്രാണി തവിഷാ സരസ്വതീ ഇയം ശുഷ്മേഭിർബിസഖാ ഇവാരുജൽ സാനുഗിരീണാം തവിഷേഭിരോർമിഭിः പാരാവതഘ്നി മവസേസു വൃക്തിഭിः സരസ്വതീമാവിവാസേമ ധീതിഭിः സരസ്വതി ദേവനിദോ നിബരിഹയ പ്രജാം വിശ്വസ്യ ബൃസയസ്യ മായിനാ ഉതക്ഷിതിഭ്യോ വനീരവിന്ദോ വിഷമേഭ്യോ അസ്രവോ വാജിനീവതീ പ്രണോ ദേവി സരസ്വതി വാജേഭിർവാജിനീവതീ ധീനാമവിത്ര്യവതൂ യസ്ത്വാദേവി സരസ്വത്യുപബ്രൂഹുതേ ധനേ ഹിതേ ഇന്ദ്രം നവൃത്രതൂജ്യേ ത്വം ദേവി സരസ്വത്യവാജേഷു വാജിനീ രദാപൂഷേ വനസ്സനിം ഉതസ്യാനഃ സരസ്വതീ ഘോരാ ഹിരണ്യവർത്തനീ വൃത്രഘ്നീ വഷ്ടിസുഷ്ടുതിം
യസ്യാ അനന്തോ അഹ്ൃതസ്ത്വേഷശ്ചരിഷ്ണുരർണവാ ആമശ്ചരതിരോരുവൽ സാനോ വിശ്വാ അതിദ്വിഷസ്വശ്രേരന്യാ ഋതാവരീ അതന്നഹേ വസൂര്യാ ഉതന പ്രിയാ പ്രിയാസു സപ്തസ്വസാസു ജുഷ്ടാ സരസ്വതീ സ്തോമ്യാ ഭൂൽ ആപപ്രുഷി പാർത്ഥിവാന്യുരുരജോ അന്തരിക്ഷം സരസ്വതീ നിധസ്പാതു ത്രിഷധസ്ഥാ സപ്തധാതു പഞ്ചജാതാ വർദ്ധയന്തി വാജേ വാജേ ഹവ്യാഭൂൽ പ്രയാമഹിം നാമഹിനാസു ചേകിതേ ദ്യുമ്നേഭിരന്യാ അപസാമപസ്തമാ രഥ ഇവ ബൃഹതി വിഭുവനേ കൃതോ പസ്തുത്യാചികിതുഷാ സരസ്വതീ സരസ്വത്യഭിനോനേ ശിവസ്യോമാപസ്ഫരീ പയസമാന ആധാക് ജുഷസ്വനഃ സഖ്യാവേശ്യാചമാഃ ത്വൽക്ഷേത്രാണ്യരണാനിഗന്മാഃ ബോധാസു മേ മഘവൻ വാചമേ മായ്യാൻ തേ വസിഷ്ഠോ അർച്ചതി പ്രശസ്തിം ഇമാഃ ബ്രഹ്മസധമാദേജുഷസ്വാ